ഞാൻ ഔഷധത്തൊക്കെ എന്താ പരിപാടി? എപ്പ എത്തിയേ? പാരീസിലെ വിശേഷങ്ങൾ എന്താ? പാരീസിലെ വിശേഷങ്ങൾ എന്താ വെച്ചാൽ അതുപോലെ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. വളരെ സീരിയസ് ആയിരുന്നു. അതിൽ മത്സരിച്ചു, ക്ലാസിഫിക്കേഷൻ റെഡിയായി. അത് മത്സരം ഇനി അടുത്തത് ഇൻഷാ അല്ലാ സിംഗപ്പൂർ വെച്ചിട്ടാണ് വേൾക്ക് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ അതിലൊക്കെ സെലക്ഷൻ സിംഗപ്പൂർ. അപ്പോൾ ഏകദേശം എന്നായിക്ക് അല്ല ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നീന്തൽ എങ്ങനെയുണ്ട്? സ്വിമ്മിങ് പാരീസിലെ സ്വിമ്മിങ് വേറല്ലേ? എൻ്റെ വയസ്സിൽ എത്ര ആളുണ്ടായിരുന്നു? എൻ്റെ വയസ്സിൽ അല്ല എൻ്റെ കാട്ടിലും ഏജ് കൂടിയ ആളുകളാണോ ഉള്ളത്, കുറഞ്ഞ ആളുകളാണോ ഉള്ളത്? കുറഞ്ഞ ആളുകളും ഉണ്ട്, പക്ഷെ കുറഞ്ഞ ആളുകൾ കുറവാണ്. ഏജ് കൂടിയ ആളുകളാണ്. അപ്പൊ അതിന് കാറ്റഗറി, ഒരേ കാറ്റഗറി എങ്ങനെയാ വരിക? അത് നമ്മളെ ക്ഷമയ്ക്കനുസരിച്ചാണ്. അവരോട് എത്ര ശതമാനം ഉള്ളവർക്ക് എത്ര ആൾക്കാർ അങ്ങനെ. അപ്പൊ അത് സന്തോഷമാണ്. അൽഹംദുലില്ലാ. നമ്മൾ ചായ കുടിക്കല്ലോ. ഓക്കെ, ഞങ്ങളൊരു ചായ. അസ്സലാമു അലൈക്കും. ഞാൻ ഔഷധത്തൊക്കെ എന്താ പരിപാടി? എപ്പ എത്തിയേ? പാരീസിലെ വിശേഷങ്ങൾ എന്താ? പാരീസിലെ വിശേഷങ്ങൾ എന്താ വെച്ചാൽ അതുപോലെ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. വളരെ സീരിയസ് ആയിരുന്നു. അതിൽ മത്സരിച്ചു, ക്ലാസിഫിക്കേഷൻ റെഡിയായി. അത് മത്സരം ഇനി അടുത്തത് ഇൻഷാ അല്ലാ സിംഗപ്പൂർ വെച്ചിട്ടാണ് വേൾക്ക് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ അതിലൊക്കെ സെലക്ഷൻ സിംഗപ്പൂർ. അപ്പോൾ ഏകദേശം എന്നായിക്ക് അല്ല ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നീന്തൽ എങ്ങനെയുണ്ട്? സ്വിമ്മിങ് പാരീസിലെ സ്വിമ്മിങ് വേറല്ലേ? എൻ്റെ വയസ്സിൽ എത്ര ആളുണ്ടായിരുന്നു? എൻ്റെ വയസ്സിൽ അല്ല എൻ്റെ കാട്ടിലും ഏജ് കൂടിയ ആളുകളാണോ ഉള്ളത്, കുറഞ്ഞ ആളുകളാണോ ഉള്ളത്? കുറഞ്ഞ ആളുകളും ഉണ്ട്, പക്ഷെ കുറഞ്ഞ ആളുകൾ കുറവാണ്. ഏജ് കൂടിയ ആളുകളാണ്. അപ്പൊ അതിന് കാറ്റഗറി, ഒരേ കാറ്റഗറി എങ്ങനെയാ വരിക? അത് നമ്മളെ ക്ഷമയ്ക്കനുസരിച്ചാണ്. അവരോട് എത്ര ശതമാനം ഉള്ളവർക്ക് എത്ര ആൾക്കാർ അങ്ങനെ. അപ്പൊ അത് സന്തോഷമാണ്. അൽഹംദുലില്ലാ. നമ്മൾ ചായ കുടിക്കല്ലോ. ഓക്കെ, ഞങ്ങളൊരു ചായ.